നമസ്കാരം. കയ്യിൽ ഒഴിഞ്ഞ ബിയർ കുപ്പിയും പിടിച്ച് കൊട്ടേഷൻ ടീം അംഗത്തെ പോലെ സ്കൂൾ യൂണിഫോമും ധരിച്ച് പൊതുനിരത്തിലൂടെ പോകുന്ന ഒരു പെൺകുട്ടി മറ്റൊരു കുട്ടിയുമായി തമ്മിലടി. പത്തനംതിട്ട, കൊല്ലം ജില്ലകൾ അതിർത്തി പങ്കിടുന്ന കടമ്പനാട് ടൗണിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവത്തിന്റെ വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുന്നത്. തൊട്ടടുത്തുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥിനികളാണ് പൊതുനിരത്തിൽ തമ്മിലടിച്ചത്. പ്രണയത്തെ ചൊല്ലിയുള്ള ഏറ്റുമുട്ടലാണ് നടന്നത് എന്ന് സഹപാഠികൾ പറയുന്നു. KRKPM VHSSൽ പഠിക്കുന്ന പെൺകുട്ടിയും തൊട്ടടുത്തുള്ള ഗേൾസ് സ്കൂളിലെ കുട്ടിയുമാണ് തമ്മിലടിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ ദിവസമാണ് സംഭവം. യൂണിഫോം ധരിച്ച പെൺകുട്ടി ബിയർ കുപ്പിയുമായി നെഞ്ചു വിരിച്ചുകൊണ്ട് കൊട്ടേഷൻ സംഘാംഗത്തെ പോലെ നടക്കുന്ന വീഡിയോയാണ് വൈറലായത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന കുട്ടിയാണ് കയ്യിൽ കുപ്പിയുമായി നീങ്ങുന്നത്. തൊട്ടടുത്തുള്ള ഗേൾസ് സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുമായിട്ടാണ് പ്രണയത്തെ ചൊല്ലി കലഹിച്ചത്. VHSS വിദ്യാർത്ഥിനി രാവിലെ ഹൈസ്കൂളിൽ ചെന്നപ്പോൾ 9ാം ക്ലാസ്സുകാരെയും കൂട്ടുകാരികളും ചേർന്ന് തല്ലി. ഇതിന്റെ പ്രതികാരം തീർക്കാനാണ് വൈകിട്ട് സ്കൂൾ വിട്ടപ്പോൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനി എത്തിയത്. 9ാം ക്ലാസ്സുകാരിയെ പൊതിരെ തല്ലി. അതിനുശേഷം അവിടെ കിടന്ന ബിയർ കുപ്പിയും എടുത്ത് തലക്കടിക്കാൻ വേണ്ടി ഓടിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ ഉള്ളത് എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. 9ാം ക്ലാസ്സുകാരിയെ കിട്ടാത്തതിന്റെ കലിപ്പ് തീർക്കാൻ കുപ്പി പൊതുനിരത്തിൽ അടിച്ചുടയ്ക്കുകയും ചെയ്തു. ഈ സ്കൂളിലെ കുട്ടികൾ നാട്ടുകാർക്ക് എന്നും ഒരു തലവേദന തന്നെയാണ്. സ്കൂൾ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര ഉപജില്ലയുടെ പരിധിയിലാണ് വരുന്നത്. പക്ഷേ പത്തനംതിട്ട ജില്ലയിലാണ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം യുവജനോത്സവത്തോടനുബന്ധിച്ചും കുട്ടികൾ തമ്മിൽ അടിയുണ്ടായിരുന്നു. ഇതിലിടപെട്ട നാട്ടുകാർ ഒടുവിൽ കേസിൽ പ്രതികളാവുന്ന അവസ്ഥയായി. കുട്ടികളെ മർദ്ദിച്ചതിന് 3 പേരെ ഏനാത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. കലോത്സവത്തിന് വന്ന കുട്ടി കുളത്തിൽ വീണ് മരിച്ചതും ഇവിടെ തന്നെയാണ്. ഇവിടെ 5 മുതൽ 10 വരെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം സ്കൂളുകളാണ്. ഹയർ സെക്കൻഡറി മാത്രം ഒന്നിച്ചാണ്. സ്കൂൾ PTA നിർജീവമാണ് എന്ന് നാട്ടുകാർ പറയുന്നു. രക്ഷിതാക്കളും അധ്യാപകരുമായി ആശയവിനിമയമില്ല എന്നും നാട്ടുകാർ ആരോപിക്കുന്നു. സ്കൂളിനെ നേർവഴിക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച PTA പ്രസിഡന്റിനെ കള്ളക്കേസിൽ കുടുക്കുകയും ചെയ്തു. കുട്ടികളെ ഉപദേശിക്കാൻ പോയതാണ് അദ്ദേഹത്തിന് വിനയായത്. കേസിൽ കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം തേടിയാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. കടമ്പനാട് ജംഗ്ഷനിലാണ് സ്കൂൾ കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏറ്റവും അധികം ലഹരി മരുന്ന് വിൽപ്പന നടക്കുന്നത്. പോലീസും എക്സൈസും ചേർന്ന് ബോധവൽക്കരണ ക്ലാസുകൾ നിരന്തരം നടത്തുന്നുണ്ട് എങ്കിലും പ്രയോജനം കാണുന്നില്ല. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് സംവിധാനവും ഇവിടെയുണ്ട്. പക്ഷേ ഇവിടുത്തെ കുട്ടികളെ കൊണ്ട് കടമ്പനാട് ജംഗ്ഷനിലെ വ്യാപാരികളടക്കം പൊറുതിമുട്ടുകയാണ്. എന്തൊക്കെ അതിക്രമം നടന്നാലും നാട്ടുകാർ ഇടപെടാൻ മടിക്കുന്നു. മുൻപ് ഇടപെട്ടവരെ പോലീസ് അറസ്റ്റ് ചെയ്തത് തന്നെയാണ് ഇതിനും കാരണം. ഇവിടേക്ക് പോലീസിന്റെ ശ്രദ്ധ പതിയുന്നില്ല എന്നാണ് പരാതി. കടക്കാരെ വിളിച്ച് സ്റ്റേഷനിലെ നമ്പർ